വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. നമുക്ക് ഈ യൂട്യൂബിൻ്റെ മാധ്യമത്തിലൂടെ ദൈവവചനത്തെ പങ്കുവയ്ക്കുവാനും ആത്മീയമായിരിക്കുന്ന ഒരു പ്രോത്സാഹനം പകരുവാനും ഒക്കെ കർത്താവ് ഇങ്ങനെയൊരു മുഖാന്തരം ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് കേട്ട് അനുഗ്രഹം പ്രാപിച്ചവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാ നിലയിലും ഒരുങ്ങുവാൻ, നിത്യതയുടെ ദർശനത്തിൽ വളരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്ന വിഷയം നമ്മൾ പെട്ടെന്ന് തന്നെ സമയം കളയാതെ, നമുക്ക് ആകപ്പാടെ അല്പസമയമാണുള്ളത്, ആ സമയം പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ മുഖത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇന്നലെ കണ്ടത് പത്രോസിൻ്റെ 7 വീഴ്ചകൾ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. 2 കാര്യമാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അവർ 4 യാമത്തിൽ കടലിന്മേൽ നടന്നു വരുന്ന കർത്താവിനെ കണ്ട് അവർ ഭയപ്പെടുന്നു, ഭൂതമെന്ന് നിലവിളിക്കുന്നു. കർത്താവോട് പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, ഞാനാകുന്നു. ഉടനെ പത്രോസ് പറയുകയാണ്, നീ ആകുന്നുവെങ്കിൽ ഈ വെള്ളത്തിന്മേൽ നടന്ന് നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കുക. കർത്താവ് വരാൻ പറഞ്ഞു. പത്രോസ് ഇറങ്ങി നടന്നു. നമ്മൾ ചിന്തിക്കണം, ഇവിടെ കർത്താവാ വിളിച്ചത്, കർത്താവിൻ്റെ വിളിവേട്ട് ഇറങ്ങിയതാ. എന്നിട്ടും പരിസ്ഥിതിയെ കണ്ടുകൊണ്ടും സ്വന്തം ബുദ്ധിയിൽ ആഞ്ഞുകൊണ്ടും പത്രോസ് ഒന്ന് കാറ്റ് കണ്ട് ഭയപ്പെട്ടുവെന്നും 2 സംശയിച്ചു എന്നും നമ്മൾ കണ്ടു. അതുകൊണ്ട് കർത്താവ് അവിടെ വിളിക്കുന്നത് അവനെ അല്പവിശ്വാസിയല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വിളികേട്ട് ഇറങ്ങിയതാണ്. എന്നാൽ നമ്മൾ ചുറ്റുപാടുകളെ കണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടാറുണ്ടോ? നമുക്ക് സംശയങ്ങൾ ജനിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അവരെക്കുറിച്ച് പറയാനുള്ളത് അവർ അല്പവിശ്വാസികളാണെന്നാണ്. നമ്മൾ അനേക അല്പവിശ്വാസികളെക്കുറിച്ചും നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത് നമ്മൾ കണ്ടത് വീഴ്ചയുടെ 2ാമത്തെ പടി അവൻ്റെ സ്വയപ്രശംസയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും. അപ്പോൾ കർത്താവ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ മരിക്കാൻ പോലും ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ തൻ്റെ സ്വയാശ്രയം അത് തൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നുവെന്ന് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ 3ാമത്തെ അവൻ്റെ വീഴ്ചയുടെ 3ാമത്തെ പടി കാണുന്നത് തൻ്റെ ഉറക്കമാണ്. നമുക്കറിയാം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഗത്സമനെ തോട്ടത്തിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ശേഷം തൻ്റെ ശിഷ്യഗണത്തെ 2 ഗ്രൂപ്പാക്കുന്നു. 8 പേരെ ഒരു ഭാഗത്ത്, അവരോടും ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി അല്പം കൂടെ മുമ്പോട്ട് പോയിട്ട് അവരെ മറ്റൊരു ഭാഗത്തിരിക്കുന്നു. അവിടെ കർത്താവ് ഭ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മർക്കോസിന് സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അവർ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു വരുവോളും ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്തുണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ്, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് പ്രാർത്ഥിച്ച് മടങ്ങി വന്നപ്പോൾ ഉറങ്ങുന്ന ശിഷ്യന്മാരെയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അവരെത്തിയിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരവിടെ
ഉറങ്ങുകയായിരുന്നു. നോക്കുക, കർത്താവ് തൻ്റെ പ്രാർത്ഥന വലിയ രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് തുള്ളികൾ വീണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഭാരത്തോടു കൂടി താൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ആ പ്രാർത്ഥനയും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ശിഷ്യന്മാർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. നോക്കുക, എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ് പ്രിയമുള്ളവരെ. ഇന്ന് ആത്മീയ ജീവിതത്തിൽ അനേക വിശുദ്ധന്മാരും ഈ ഉറക്കത്തിലല്ലേ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് വാസ്തവത്തിൽ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. നാം ഇന്നായിരിക്കുന്ന അവസ്ഥ എവിടെയാ? നാം കർത്താവിൻ്റെ വരവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുക. അപ്പോൾ അനേക വിശുദ്ധന്മാർക്കും ഇന്ന് പ്രാർത്ഥനാ ജീവിതം വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ വിശുദ്ധന്മാരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ് വേഗം വരും, ഇനിയും താമസം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്തവ്യം എന്താണ്? നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 21-ന്റെ 36, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചിരിക്കേണ്ടതല്ലേ. എന്നാൽ നമുക്കിന്ന് ആ നിലയിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കറിയാം, പ്രാർത്ഥന ഒരു വിശുദ്ധന്റെ ശ്വാസോച്ഛ്വാസമായിട്ടാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ കഴിയുമോ? അത് നമുക്ക് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും മുട്ടുകുത്തണമെന്നോ അല്ലെങ്കിൽ ഒരു രഹസ്യ അറയിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്നോ നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ ഹൃദയവുമായിട്ട് കർത്താവുമായിട്ട് എപ്പോഴും നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ കഴിയും. നമ്മുടെ അകത്ത മനുഷ്യനുമായിട്ട് എപ്പോഴും നമുക്ക് അകത്ത മനുഷ്യന് ആത്മാവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാൻ കഴിയും. അപ്പോൾ ഒരു തുടർമാനമായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം എല്ലാ വിശുദ്ധന്മാർക്കും അനിവാര്യമാണ്. അത് ദൈവവും നമ്മളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തെ കാണിക്കുന്ന ആ പ്രാർത്ഥനാ ജീവിതം എത്ര ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവരെ. ഇങ്ങനെയൊരു വലിയ കൃപ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അന്ന് ഉറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം പത്രോസ് തന്നെ തന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, നമ്മൾ 1 പത്രോസ് അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. നോക്കണേ, അപ്പൊ ഇവിടെ വായിക്കാണ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ. കണ്ടോ, അവിടെ ഉറങ്ങിയ പത്രോസ് ഇവിടെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനാൽ നയിക്കപ്പെട്ട് ജീവൻ നയിക്കുമ്പോൾ തനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എന്തായിരിക്കണം? നിങ്ങൾ പ്രാർത്ഥനാനിരതരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. ഈ ലോകത്തിൻ്റെ ഒരു ലഹരിയും നിങ്ങളെ തട്ടാതെ നിങ്ങൾ ഉന്നതമായ ആ കാര്യങ്ങളിൽ, ഉയരങ്ങളിലെ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് നിങ്ങൾ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. എത്ര നല്ല പ്രബോധനം അല്ലേ? അപ്പോൾ ഇവിടെ പത്രോസിന് അന്ന് അത് കഴിഞ്ഞില്ല. അവിടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് പറഞ്ഞു, ജഡം ബലഹീനമാണ്, ആത്മാവിന് ഒരുക്കമുണ്ടെങ്കിലും ജഡം ബലഹീനമാണ്. അപ്പം നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ ജഡത്തിന്റെ ബലഹീനതയിലൂടെ ശത്രുവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ ആത്മീയത്തെ തകർക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുന്ന, ദൈവവുമായിട്ടുള്ള ആ ആഴമായ ബന്ധത്തെ തകർക്കുവാനായിട്ട് അവന് കഴിയും. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നുണ്ടല്ലോ, പിന്നെ റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ താൻ പറയുന്നത്, റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. കണ്ടോ, അപ്പം പലർക്കും നല്ല കാര്യങ്ങൾ പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വലിയ ഒരു തടസ്സം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം വളരേണ്ടതുണ്ടോ, ആ വളർച്ച നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും.
പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്, ദൈവസേനയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു ഭക്തന് മറ്റുള്ളവരുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കേണ്ടി വരികയില്ല. മാത്രമല്ല, നമുക്ക് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും അവൻ ഭയപ്പെടുത്തില്ല, അല്ലെങ്കിൽ അവൻ വിഭ്രമത്തിലാകത്തില്ല. നമുക്കറിയാം, ദാനിയേലിനെതിരെ ഒരു കുറ്റസംഗതി ഉണ്ടാക്കി ഇനി ഒരു മാസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ നമ്മളോട് വായിക്കുന്നത്, ദാനിയേൽ ഇതെല്ലാം കേട്ടിട്ട് ദാനിയേലിന് ഒരു കുലുക്കമില്ല. കാരണം ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദാനിയേൽ 6:10 വായിക്കുന്നത്, അവൻ പതിവ് പോലെ ദൈവത്തോട് ഒരു ദിവസം 3 വട്ടം പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു, ഇങ്ങനെയുള്ള പ്രതികൂലത്തിനായിട്ട് നന്ദി പറഞ്ഞു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം! നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതമുള്ള ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അത് വലിയൊരു സത്യമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. 4-ാമത്തെ പത്രോസിന്റെ വീഴ്ചയുടെ കാരണം, അവൻ പ്രതികൂലത്തിൽ വാളെടുത്ത് വെട്ടുവാൻ ഒരുങ്ങി എന്നുള്ളതാണ്. നോക്കണമേ, പ്രാർത്ഥനാ ജീവിതം തകർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജഡത്തിലേക്ക് തിരിയും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം, അവിടെ അതിന്റെ 10-11 വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 10-11 വാക്യം, ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്ത് കാത് അറുത്തു. ആ ദാസന് മൽക്കോസ് എന്ന പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. നോക്കുക, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന നല്ല നാഥൻ അടുത്ത് നിൽക്കുമ്പോൾ നാഥന്റെ ഒരു ആലോചനയും ഇല്ലാതെ ഉടനെ തന്റെ വാളെടുത്ത് വെട്ടി മർക്കോസിന്റെ കാതർത്തു. ഈ മീൻ പിടിച്ച് മാത്രം പരിചയമുണ്ടായിരുന്ന പത്രോസിന് വാളെടുത്ത് വെട്ടാനുള്ള പരിചയം, അല്ലെങ്കിൽ കളരിപ്പയറ്റൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കഴുത്ത് വെട്ടാനായിട്ട് വീശിയെങ്കിലും കാത് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അതേതായാലും കർത്താവ് വെച്ചു കൊടുത്തു. ഒരു കാര്യം ചിന്തിക്കുക, ഇവിടെ നമ്മുടെ കർത്താവ് എന്ത് പഠിപ്പിച്ചു അത് മറന്നുപോയി. പ്രതികൂലത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലെ ആ വീഴ്ച അടുത്ത ഉടനെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് താൻ ജഡത്തിലായി. ആ പ്രതികൂലത്തെ തന്റെ ശക്തിയിൽ താൻ നേരിടാൻ ഒരുങ്ങി. നല്ല കർത്താവ് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം മറന്നുപോയി. നമ്മളും പലപ്പോഴും അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? പ്രതികൂലം വരുമ്പോൾ നമ്മൾ സ്വയാശ്രയത്തിലേക്ക് പോയി ചെയ്തു വയ്ക്കുന്ന അനർത്ഥങ്ങൾ, ദുഃഖകരമായിരിക്കുന്ന വീഴ്ചകൾ എത്രമാത്രം ഉണ്ടാകാറുണ്ട്. കർത്താവ് മത്തായി 5:44 പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ്. എന്നാൽ ആ ഉപദേശമൊക്കെ ഇവിടെ പത്രോസ് മറന്നു. പത്രോസ് നേരെ വാളെടുത്ത് വെട്ടുകയുണ്ടായി. അപ്പോൾ അത് പത്രോസിന്റെ ഒരു വലിയ ബലഹീനതയാണ്. കർത്താവ് പഠിപ്പിച്ച പാഠത്തിൽ നിൽക്കുവാനായിട്ട് പത്രോസിന് കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആ കാര്യം മറന്നാണ് താൻ ഇവിടെ പ്രവർത്തിച്ചത്. ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കുവാൻ, വിജയം വരിപ്പാൻ കഴിയുന്ന ആ കർത്താവ് കൂടെ ഉണ്ടായിട്ട് പോലും കർത്താവിനോടൊരു വാക്ക് ചോദിക്കാതെ കർത്താവ് എന്നെ വെട്ടട്ടെ എന്ന് പോലും ചോദിച്ചില്ല. നമുക്കറിയാം, ഒരിക്കല് ശമരിയിൽ കൈക്കൊള്ളാൻ വരുമ്പോഴത്തേക്കും യാക്കോബും യോഹന്നാനും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എലിയാവ് തീ ഇറങ്ങിയതുപോലെ ഞങ്ങളിപ്പോ പറയട്ടെ? അപ്പൊ കർത്താവിനെ പറഞ്ഞേ, ലൂക്കോസ് 9:55 നിങ്ങൾ ഏത് ആത്മാവിനെ അതിലിറന്ന് നിങ്ങൾക്കറിയത്തില്ല. നോക്കുക. അപ്പോൾ അവരങ്ങനെ ചോദിച്ചു. അതേതന്നെ ഇവിടെ പത്രോസ് ചോദിച്ചുമില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശക്തനായവൻ അടുക്ക് നിൽക്കുമ്പോഴാണ് പത്രോസ് തന്റെ വാളെടുത്തിട്ട് ഈ വലിയ ഒരു അവിവേകം കാണിച്ചത്. നോക്കണം, എത്രയോ ദുഃഖകരമായ അവസ്ഥയാണ്. 5-ാമത്തെ പത്രോസിന്റെ വീഴ്ച, കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ പത്രോസ് അകലം വിട്ട് പിൻപറ്റി എന്നുള്ള അകലം വിട്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 22-ാം അധ്യായം അതിന്റെ 54-ാം വാക്യം ഞാൻ വായിക്കാം. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അകലം വിട്ട് പിൻചെന്നു. നോക്കണമേ, പത്രോസിന്റെ ജീവിതയാത്ര ഒന്ന് നോക്കിയേ. അകലം വിട്ട് പിൻചെന്നു എന്ന് പറഞ്ഞാല്
ഞാൻ കർത്താവിന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? അതുമല്ല. രണ്ടിന്റെ അല്ലാത്ത നിലയിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഈ നമ്മള് ലവോദിക്ക സഭയുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവര് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാൻ എന്നുള്ള അനുഭവം പോലെ അവിടെയല്ല ഇവിടെയല്ലാത്ത ഒരു പരിഭവം. നോക്കണം, അകലം വിട്ട്, അവിടെ നമ്മൾ വായിക്കുന്നതാണ് അകലം വിട്ടുള്ള അനുഗമനം. ഇത് എത്രമാത്രം വലിയ ആ കർത്താവിൽ നിന്നും പിന്നെ എത്രമാത്രം പത്രോസ് അകന്നുപോയി എന്നതിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും അനേകരും അങ്ങനെയല്ലേ, കർത്താവിനെ അകലം വിട്ട് അനുഗമിക്കുന്നവർ. കാരണം അവർക്ക് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം യഥാർത്ഥത്തിൽ കർത്താവല്ല, ഒരു വിധത്തിൽ ലോകമായിരിക്കാം, ലോകത്തിന് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളായിരിക്കാം. അതിനു വേണ്ടിയിട്ട് എങ്ങുമല്ലാത്തൊരു നിലയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും വിശ്വാസിയാണോ എന്നുള്ള കാര്യം വെളിപ്പെടുത്താതെ അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഇതും ഒരു വലിയ വഞ്ചനയുടെ മുഖം തന്നെയാണ്. ആറാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിന്റെ വീഴ്ചയുടെ ആറാമത്തെ കാര്യം, പിന്നെ അവൻ ശത്രുക്കളോട് കൂടെ പോയി ഇരുന്ന് തീ കാഞ്ഞു എന്നുള്ളതാണ്. അത് തണുപ്പുള്ള രാത്രിയായിരുന്നു. അതേ ലൂക്കോസ് 22:55 വാക്യം. 22:55 വാക്യം. അവർ നടുമുറ്റത്ത് മുത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവിടെ ഇടയിൽ ഇരുന്നു. കണ്ടോ? അപ്പോൾ കർത്താവിനെ നിന്ദിക്കുന്നവർ, പരിഹസിക്കുന്നവർ, ദുഷിക്കുന്നവർ ഒരു കൂട്ടമായി കൂടിയിരുന്ന് അവിടെ തീ കായുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? പത്രോസും അവരുടെ മധ്യത്തിൽ പോയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഇരിക്കേണ്ടത് എവിടെ, നിൽക്കേണ്ടത് എവിടെ, നമ്മൾ നടക്കേണ്ടതോടുകൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? അവിടെ അവൻ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കർത്താവിനെ ദുഷിക്കുന്നവരുടെ മധ്യത്തിൽ പോയി ഇരുന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താ പ്രിയമുള്ളവരെ? അവന് കർത്താവിനെ തള്ളിപ്പറയേണ്ടി വരികയാണ്. അതിന്റെ 56 മുതൽ 60 വരെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവൻ തീവെട്ടിനരികെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തെ കണ്ട് അവനെ ഉറ്റുനോക്കി, ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനോട് കണ്ട്, നീയും അവളുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ, ഇവനും അവനോടുകൂടെയുള്ള സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂവി. നോക്കുക, ഇവിടെ സംഭവിച്ചത് എന്താ പ്രിയമുള്ളവരെ? കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അതേ ദിവസം അതേ രാത്രിയിൽ പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നു. നോക്കണം, നമ്മൾ നിൽക്കരുതാത്തടുത്ത് നിന്നാൽ, ഇരിക്കരുതാത്തടുത്ത് ഇരുന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള പാപങ്ങളിൽ പോയി പെടുവാൻ അതിനുള്ള കാരണങ്ങളുണ്ട്. നോക്കണമേ, പത്രോസിന്റെ ജീവിതത്തിൽ എത്രമാത്രം വലിയൊരു അധപതനമാണ്. കർത്താവേ, നിന്നോടുകൂടി കടവിലാൻ ഒരുക്കമാണ്, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞ പത്രോസല്ലേ ഇവിടെ ഇതാ 3 വട്ടം അതേ രാത്രിയിൽ തന്നെ കർത്താവിനെ തള്ളിപ്പറയുകയാണ്. അപ്പോൾ നമ്മൾ ശത്രുക്കളോട് കൂടെയുള്ള സഹവാസം നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു വേർപാടുണ്ട്. ഈ വേർപാട് നഷ്ടപ്പെടുത്താൻ ശത്രു ശ്രമിക്കും. വേർപെടേണ്ടവരോടൊക്കെ നാം വേർപെടണം പ്രിയമുള്ളവരെ. ഇന്ന് നമുക്ക് ശരിയായ നിലയിൽ ഒരു വേർപാട് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ വേർപാട് അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ജനമായി കർത്താവിനെ സേവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. നമുക്കറിയാം 2 കൊരിന്ത്യർ 6-ാം അധ്യായം അവിടെ വായിക്കുമ്പോഴത്തേക്കും അതിന്റെ 14 മുതൽ അതിന്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശക്തമായ നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ,
ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവം, അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് യാതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോക്കണേ, അപ്പോൾ ദൈവം കൃത്യമായിട്ട് ഇത് എല്ലാ നിലവാരത്തിലും നമുക്ക് വേർപാട് എത്രയോ അനിവാര്യം. ജസ്റ്റ് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിലെല്ലാം നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമുക്ക് ചിലപ്പോൾ കർത്താവിനെ ത്യജിക്കേണ്ടി വരുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെല്ലാം നിലയിലുള്ള വേർപാട് നമുക്ക് ആവശ്യമാണോ അവിടെയെല്ലാം നമ്മൾ വേർപെട്ടിരിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ കൈക്കൊള്ളുമെന്ന്. സഭ, എക്ലീസിയ എന്ന് പറഞ്ഞാൽ തന്നെ കർത്താവിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നവർ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുമായിട്ടായിരിക്കണം നമുക്ക് ഏറ്റവും വലിയ ബന്ധം ഉണ്ടായിരിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ബന്ധം അങ്ങനെയാണോ? ഈ പഴയ നിയമത്തിൽ പോലും നമുക്കറിയാം, യേശയ്യാ പ്രവചനം അതിന്റെ 52-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ യേശയ്യാവ് 52:11 വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ, അവിടെ നിന്നും പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. ഉണ്ടോ? വിട്ടുപോരുവിൻ ഒരു വലിയ വിളിയാ. പത്രോസ് പെന്തക്കോസ്ത് ദിനത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം, അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 2:40 അവൻ പറയുന്നത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ. അവിടെയെല്ലാം ഈ വേർപാടിനെ കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥമായും ഈ വേർപാടുണ്ടോ? ഇല്ലെങ്കിൽ പത്രോസിന് സംഭവിച്ചതുപോലെ കർത്താവിനെ തള്ളിപ്പറയുന്ന അനുഭവത്തിലേക്കും വലിയ പാപത്തിന്റെ വീഴ്ചയിലേക്കും പോകുവാനായിട്ടുള്ള സാധ്യത നമുക്ക് ധാരാളമുണ്ട്. അവസാനം 7ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അവിടെ വായിക്കുന്നത് അവന്റെ പഴയ ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു പോയെന്നുള്ളതാണ്. അതെത്ര ഭയങ്കരമല്ലേ! ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട പത്രോസ് അതിനുശേഷവും തന്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അതെത്ര ദുഃഖവും വേദനാകരവുമായൊരു കാര്യമാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. നോക്കണം, ഇവിടെ ഈ വീണ്ടും ആ പഴയ തൊഴിലിലേക്ക് പോയ നമ്മുടെ മാന്യന്മാരായ ശിഷ്യന്മാരെ കാണാൻ പറ്റും. നോക്കണേ, എത്ര വേദനാജനകമായ കാര്യമാണ്. അപ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞ ആ പത്രോസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തന്റെ 7ാമത്തെ വീഴ്ച എന്ന് പറയുന്നത് പഴയ ആ തൊഴിലിലേക്ക് വീണ്ടും പോയി. നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ ശിഷ്യന്മാർ മടങ്ങി വരുമ്പോൾ അവരെത്ര ഉദാസീനരായിരുന്നു. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ആ കടൽക്കരയിൽ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിച്ചത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കർത്താവ് എല്ലാം ഒരുക്കിയിരിക്കുക. നമ്മൾ ചിന്തിക്കണം, കർത്താവിന് നമ്മളുള്ള സ്നേഹം. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ഒരു അനുഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നത് എന്ന് കാണാൻ കഴിയും. അവിടെ അവര് കടന്നു വരുമ്പോൾ നമുക്കറിയാം, അവരോട് നിങ്ങൾ
പിന്നെ വലത്തു ഭാഗത്ത് വീശുവിൻ എന്ന് അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പടകിന്റെ വലത്തു ഭാഗത്ത് വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ ആ വലയിൽ കയറിയിട്ടും ആ വല പൊട്ടിയില്ല, കയറിയില്ല. അത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കർത്താവ് അവർക്ക് വേണ്ടി രാത്രി മുഴുവൻ അധ്വാനിച്ച്, വെള്ളത്തിൽ അധ്വാനിക്കുന്നവർക്കറിയാം തണുത്ത് വിറച്ചിരിക്കുക, കാറ്റുണ്ട്. എന്നാൽ ഇവിടെ ഇതാ കനല് കൂട്ടിയിരിക്കുക, ഒരു നല്ല കനല്. എന്നിട്ട് മത്സ്യം വറുത്ത് വെച്ചിരിക്കുക. അവരോട് പറഞ്ഞു വന്ന് പ്രാതൽ കഴിപ്പീൻ. ഇവിടെ വന്നിരുന്ന് തണുപ്പൊക്കെ മാറ്റി പ്രാതലെല്ലാം കഴിക്കാൻ. നമുക്കൊരു മനസ്സിലാക്കണം, ഈ പ്രാതൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്ന ഒരു വലിയൊരു വിഷയം. അവിടെ നമ്മളതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ, അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കണം, കർത്താവ് പത്രോസിനോട് ചോദിക്കുക, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹം ചോദിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അഗപ്പേ ഉണ്ടോ? ആ തീരാത്ത, ഒടുങ്ങാത്ത, പിന്നെ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ആ സ്നേഹമുണ്ടോ? അപ്പോൾ പത്രോസിന് മറുപടി വീഡിയോ ഉണ്ടെന്ന, എനിക്ക് സഹോദര സ്നേഹമുണ്ടെന്ന, എനിക്ക് പ്രീതിയുണ്ടെന്നാ പറഞ്ഞു. കർത്താവ് രണ്ടാമതെയും ഈ അഗപ്പേ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പ്രീതിയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാമതേ കർത്താവ് ചോദിച്ചത് നിനക്ക് പ്രീതിയുണ്ടോ എന്നാണ്. അപ്പോൾ പത്രോസ് പറയാണ്, കർത്താവ് നീ എല്ലാം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രീതിയുണ്ടെന്നുള്ളത് നീ അറിയുന്നു. നമ്മൾ ചിന്തിക്കണം, ഇവിടെ എത്രമാത്രം. അപ്പോൾ ഒരു തീയുടെ അടുക്കൽ ഇരിക്കുമ്പോഴാണ് പത്രോസ് 3 വട്ടം ഈ കർത്താവിനെ തള്ളി പറഞ്ഞത്. അതേപോലെ ഒരു തീയുടെ അടുക്കൽ കർത്താവ് അവനോട് സംസാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? പത്രോസിന് ആ സംഭവങ്ങളെല്ലാം, ഇതൊന്നും വലിയ നീണ്ടകാല വ്യത്യാസമുള്ള ഒരു കാര്യമല്ല. തനിക്കെല്ലാം ഓർമ്മ വരിക. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരെ നോക്കിയപ്പോൾ തന്നെ പത്രോസിനോട് കർത്താവ് ഒരു സന്ദേശം അയക്കുക. പത്രോസേ, നിനക്ക് എന്നെ കൂടാതെ ജീവിക്കുവാനായിട്ട് നിനക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ എനിക്ക് നിന്നെ കൂടാതെ കഴിയില്ല. നിനക്ക് ഞാനൊരു വലിയ വിഷയമല്ല എങ്കിൽ നീ എനിക്കൊരു വലിയ വിഷയമാണ്. ഒരു വലിയ സന്ദേശം കർത്താവോട് പകരുകയായിരുന്നു. ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എത്രയെല്ലാം അധപ്പതിച്ചെന്ന് വന്നാൽ പോലും നമ്മളെ കൈവിടാത്ത, നമ്മളെ കരുതുന്ന ഒരു നല്ല കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. നോക്കുക, ഇത്രമാത്രം നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോയാൽ പോലും, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ അകലാൻ പാടുണ്ടോ? ഇല്ല. ഒരു യഥാർത്ഥ ശിഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ എന്തുവാ? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരേക്കാളും അധികം നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്നതാണ് നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സ്നേഹം എനിക്ക് എൻ്റെ കർത്താവിനോടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? കാരണം 1 കൊരിന്ത്യർ 16:22 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? യഥാർത്ഥമായിട്ടും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാനും കർത്താവിനെ അനുസരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇവിടെ പത്രോസിന്റെ 7 വീഴ്ചയുടെ പടികളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അവന്റെ
അല്പവിശ്വാസമായിരുന്നു. 2 അവൻ്റെ സ്വയപ്രശംസയായിരുന്നു. 3 തൻ്റെ ജീവിതത്തിലെ ഉറക്കമായിരുന്നു. 4 തൻ്റെ ജഡത്തിൽ താൻ പെട്ടെന്ന് തന്നെ പ്രതികൂലങ്ങളെ അവിവേകത്തോടെ വാളെടുത്ത് വെട്ടുന്ന ആ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കമായിരുന്നു. 5 അകലം വിട്ട്, കർത്താവിൽ നിന്നും അകലം വിട്ട്, എന്നാ വലിയ ദൂരെയാണോ അല്ല, എന്നാ അടുത്താണോ അല്ല, അങ്ങനെ ഒരു അനുഭവത്തിൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരു അനുഭവമായിരുന്നു. 6 അവൻ്റെ ശത്രുക്കളോടുകൂടെയുള്ള സഹവാസമായിരുന്നു. ദൈവത്തെ നിന്ദിക്കുന്നതോട് കൂടെ പോയി ഇരിക്കുവാനിടയായി. ഇവയെല്ലാം ഒരു പിന്മാറ്റക്കാരൻ്റെ അല്ലെങ്കിൽ കർത്താവിൽ നിന്നും അകന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അടയാളങ്ങളാണ്. 7ാമത്തെ കാര്യം നമുക്കറിയാം, വീണ്ടും തൻ്റെ ആ പഴയ ജീവിതത്തിലേക്ക് താൻ പോയി. തൻ്റെ ആ വള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് താൻ പഴയ തൊഴിലിന് വേണ്ടി പോയി. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച പത്രോസ് അതെല്ലാം മറന്ന ഇത് ചെയ്തത്. ദൈവമക്കളെ, ഇന്ന് നമുക്ക് നിങ്ങളെ ഞാൻ മീൻ പിടിക്കുന്നവരല്ല, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് വിളിച്ച ആ നാഥനെ വിട്ട് അതെല്ലാം മറന്ന്, ആ നിയോഗമെല്ലാം മറന്ന് പത്രോസ് പോകുവാനിടയായി. എന്നിട്ടും കർത്താവ് തന്നെ തേടി പോകുകയാണ്. കർത്താവിന് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, അതെ, നിനക്ക് എന്നെ വേണ്ടായിരിക്കാം, എന്നാൽ എനിക്ക് നിന്നെ വേണം. എത്ര വലിയ ഒരു സ്നേഹമാണ് നമ്മളെ മാടി വിളിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവ് ഇന്ന് ഇവരിലധികമായി, ഞാൻ പറഞ്ഞല്ലോ, അവിടെ മത്സ്യം കിടപ്പുണ്ട്, വല കിടപ്പുണ്ട്, വള്ളം കിടപ്പുണ്ട്. ഇവയിലധികമായെന്നോ, അല്ല അവിടെ നിൽക്കുന്ന മറ്റ് ശിഷ്യന്മാരുണ്ട്, ഇവരിലധികമായെന്നോ, 2-ൽ ഏത് എണ്ണിയാലും കർത്താവിന് ചോദിക്കാനുള്ളത്, ഇവരിലെല്ലാത്തിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. ഇന്ന് ആ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്. നമുക്ക് എന്തായിരിക്കും കർത്താവിനോട് പറയാൻ കഴിയുക? കർത്താവെ, ഞാൻ എല്ലാത്തിലും അധികമായി, എൻ്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, എൻ്റെ സഹോദരനേക്കാൾ, സഹോദരിയേക്കാൾ, മക്കളേക്കാൾ എല്ലാം അധികമായി, അല്ല എന്നേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാണ്, അതൊരു വിജയകരമായ ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പത്രോസിലുണ്ടായ ആ വീഴ്ചകളുടെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഈ പഠനത്തിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാനും അതിനെ ഉപേക്ഷിക്കാനും കർത്താവിനോട് പൂർണ്ണമായും പറ്റി നിൽപ്പാനും കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.